ഒരു യാത്ര പോവാണ്. എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അവിടെ എത്തിയിട്ട് നെക്സ്റ്റ് വീഡിയോ ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു എനിക്ക് വേണ്ടി. ഞാനെവിടെയും ലേറ്റാണ് കേട്ടോ. സോ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു എവിടെ പോകണമെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ അങ്ങോട്ട് പോകണേ. നമുക്ക് പിന്നെ സർക്കാരിൻ്റെ ബസ്സുള്ളത് നമുക്ക് പേടിക്കണ്ട. അങ്ങനെ നമ്മൾ ബസ്സിൽ നമ്മൾ യാത്ര പോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ ബസ് കയറി. ഇപ്പോൾ രണ്ടാമത്തെ ബസ്സാണ് കിഴക്കോട്ടെ നമ്മുടെ ബസ് കയറിയത്. മ്യൂസിയത്തിൽ പോവാണല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും അവരുടെ മക്കളെയൊക്കെ കൊണ്ടുപോകുന്നു. നമ്മൾ മ്യൂസിയത്തിലേക്ക് എല്ലാവരും ഒരു പടയായിട്ട് തന്നെ പോകണം. ഹാപ്പി ആയിരുന്നു, സന്തോഷമായിരുന്നു. എന്താ പറയുക, മഴ നമുക്കൊരു സീനായിരുന്നു. ഞാൻ മാക്സിമം എല്ലാവരെയും വീഡിയോ എടുക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയിലായിരുന്നു. ഗൈസ് ഭയങ്കര മഴ ഗൈസ്. നമ്മൾ ശശിയായി ഗൈസ്. ദൈവമേ മഴ പെയ്യല്ലേ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു. അവർ നമ്മുടെ ഇതുണ്ടല്ലോ എന്താ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറി. അപ്പോൾ അവിടെ അപ്പോഴും ചെറിയൊരു മഴ വന്നു. പക്ഷെ ദൈവം നമ്മളെ സഹായിച്ചു. വലിയ മഴ പെയ്തില്ല. പിന്നെ കുറച്ച് നേരം നമ്മുടെ പൂർവികരെയൊക്കെ കണ്ടോണ്ടിരുന്നു. കൂട്ടുകാരി കണ്ട നിന്റെ കൂട്ടുകാരി എവിടെ ഇരിക്കുന്ന ചായ എന്റെ കൂട്ടുകാരി പിന്നെന്താ അങ്ങനെ നടന്നു. കുറച്ച് ദൂരമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് നടന്ന്. വെറൈറ്റി തത്ത കേട്ടോ ഇപ്പോൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ 2-3 മാസത്തിന് മുന്നേ ഞാൻ ഒരിക്കൽ വന്നായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ തത്തയെ കണ്ടിട്ടില്ല. പക്ഷെ ഒരു വെറൈറ്റി തത്തയാണ് കേട്ടോ. പക്ഷെ തിരിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ നല്ലൊരു ഫോട്ടോ വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷെ പറ്റിയില്ല. മാക്സിമം ശ്രമിച്ചു. പിന്നെ അതുപോലെ തന്നെ മുതലേയും ഞാൻ അങ്ങനെ വലുതായിട്ട് കണ്ടില്ല. അതും ഞാൻ കണ്ടു. പിന്നെ കരടി ഞാൻ ഇടയ്ക്ക് വന്നപ്പോൾ കണ്ടായിരുന്നു. പിന്നെ കരടിയുടെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ആ കരടിയെ കാണിച്ചില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേരൊക്കെ ചോദിച്ചു. സോ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഉള്ളത്. കരടിയെ കാണിച്ചു തരാം. ഇപ്രാവശ്യം 2 കരടിയല്ല 3 കരടിയുണ്ട് കേട്ടോ. മാക്സിമം കരടിയുണ്ട്. കരടിയെ കാണിച്ചു തരാം. 2 സൈഡായിട്ടാണ് കരടി കളിക്കുന്നത്. പിന്നെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. നമ്മൾ സിംഹം 2 പേരെയും സിംഹം ആൺസിംഹം അതൊക്കെ ഒരുമിച്ചാണ് ആൾക്കാർ എടുക്കുന്നത്. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമുക്ക് വിശന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കൂടെ വന്ന ഒരു ദീപ ടീച്ചർ എന്താണ് സ്നാക്സൊക്കെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഞങ്ങൾ സ്നേഹവിരുന്ന് പോലെ അവിടെ ഒരുപാട് എല്ലാവർക്കും ഷെയർ ചെയ്തു. അങ്ങനെ ടീ ബ്രേക്ക് ആയിരുന്നു അത്. അങ്ങനെ ഒരിടത്ത് ഇരുന്നൊന്നുമില്ല, നിന്ന് ടീ ബ്രേക്കൊക്കെ നടത്തി കഴിച്ചു. എല്ലാവരും നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ നടന്നത്. പിന്നെ ചുമ്മാ നിന്നപ്പം അറിയാലോ സെൽഫിയൊക്കെ എടുക്കും. പിന്നെ ഞാൻ കണ്ടത് പുലി കേട്ടോ. അത് അടുത്ത് നിന്നുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക സീൻ തന്നെ. ഒരു രക്ഷയില്ല. ഫോട്ടോയ്ക്ക് വേണ്ടി മാസമായിട്ട് നിന്ന് തരുവാണ് കേട്ടോ. ഫോട്ടോയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് സെറ്റാണ് സെറ്റ്. നമ്മളിപ്പോൾ അടുത്ത് പുലിയെ കാണാൻ പോവുകയാണ് ഗൈസ്. വെള്ളക്കടുവയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇതിന് കൂടുതൽ എന്തിനും ആരോഗ്യം. അപ്പൊ ഈ കൊഴുക്കട്ട പോലെ ഇരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇനി അടുത്തിടെ പോകുന്നു. വരി ഇനി ഫോൺ ഇടാവില്ല, അലൗഡ് അല്ല. ഓക്കെ കയറിക്കോ. എല്ലാരും അനാക്കൂടെ ഇങ്ങനെ കണ്ടിട്ടൊക്കെ വരും. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. പാമ്പൊക്കെ ഇഷ്ടപ്പെട്ടാ? കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ പാവം പിള്ളേർ അവരെ നമുക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ നടന്നതല്ലേ. അവരെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാമെന്ന് കരുതി നമ്മളങ്ങനെ പാർക്കിലൊക്കെ കൊണ്ടുപോയി അവരെ കുറച്ച് നേരം ഹാപ്പിയാക്കി. പാർക്കിൽ പോയ പിന്നെ ഈ കുരുപ്പുകൾക്കൊന്നും വരാനേ വയ്യ. എല്ലാത്തിനും ഓരോന്നിനും കയറി സർക്കസ് കാണിക്കണം. സോ അങ്ങനെ കുറേ നേരം അവരെ കളിപ്പിച്ചിട്ടാണ് നമ്മൾ പിന്നെ കാണെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് വിശക്കണം. എങ്ങനെയെങ്കിലും പോയാൽ മതി. പിന്നെ നമ്മളൊരു ഹോട്ടലിലേക്ക് കയറി. അറിയാലോ എന്താ കഴിക്കാമെന്ന്. സോ നമ്മളങ്ങനെ എന്നത്തെയും പോലെ ബിരിയാണി ഓർഡർ ചെയ്തു. നമ്മളെ മുന്നിൽ വന്നു. നമ്മൾ നിറയെ കഴിച്ചു.
എല്ലാവരും ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. സോ നമ്മളെല്ലാവരും കഴിച്ച ശേഷം നമുക്കൊരു ഭയങ്കര ക്ഷീണമായിരുന്നു. നോക്കിയപ്പോൾ ബസ്സിൽ കയറി ഒരാൾ ഉറക്കമായി. ഒരാൾ മാത്രമല്ല, എല്ലാവരും മിക്കവരും ഓരോ സ്ഥലത്തു നിന്നും ഭയങ്കര ഉറക്കമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് പേര് തളർന്നു. പിന്നെ നമ്മൾ രണ്ടാമത് പോയ സ്ഥലം പറഞ്ഞില്ല, ശംഖുമുഖത്താണ് കേട്ടോ നമ്മൾ പോയതും. മ്യൂസിയത്തിൽ മഴയുടെ ഒരു കോളുണ്ടെങ്കിൽ ശംഖുമുഖത്ത് വെയിലിൻ്റെ കോളായിരുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ ശംഖുമുഖത്തെത്തി. ഭയങ്കര വെയിൽ ഗൈസ്. ഒരു ഹായ് പറ, ഒരു ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് പിള്ളേർ പറഞ്ഞു അവിടെ പ്ലെയിനുണ്ട്, നമുക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. സോ പിന്നെ ആ കൊച്ചു പിള്ളേരെയും കൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരം പ്ലെയിനിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് കുറച്ച് നേരം കളിച്ചു. അവരെ എൻജോയ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി തയ്യാറായി. ഒരു ബസ്സിൽ കയറി. എൻ്റെ ഒപ്പം ഒരു രക്ഷയില്ല. വൈകുന്നേരത്തുള്ള ബസ്സിൻ്റെ കാര്യമൊന്നും പറയണ്ട. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞു വീട്ടിലോട്ട് ഞങ്ങൾ പോവുകയാണ്. സോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.